ഹായ് ഫ്രണ്ട്സ്, വിജയ രമേശ് വ്ളോഗിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നുണ്ട്. ബിഗ് ബോസ് വീട്ടിനകത്ത് ഇന്ന് അത്ര സുഖമില്ലായിരുന്നു കേട്ടോ. എല്ലാത്തിനും കണക്കിന് കൊടുത്തിട്ടുണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ ജിൻഡോ, ഗബ്രി, ജാസ്മിനൊക്കെ. അപ്പോൾ എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചെന്ന് അറിയണമെങ്കിൽ നേരെ വീഡിയോയിലേക്ക് പോകണം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ടാണ് നിങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ആക്കി വയ്ക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക്. ലാലേട്ടൻ വന്ന എപ്പിസോഡായിരുന്നു ഇന്ന് കേട്ടോ. ലാലേട്ടൻ ദേഷ്യത്തിലായിരുന്നു കേട്ടോ. ലാലേട്ടൻ പറയുകയാണ്, 4 ആഴ്ച കഴിഞ്ഞ് നമ്മുടെ ബിഗ് ബോസ് ഇവിടെ തുടങ്ങിയതിന് ശേഷം പക്ഷേ ജീവിതം എന്ന അസാധാരണമായ ഈ യാത്രയിൽ ആര് വീഴും ആര് വാഴുമെന്നറിയില്ല, നേരെ നമുക്ക് ഹൗസിനകത്തേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ഹൗസിനകത്ത് കാണിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഗുഡ് മോർണിംഗ് ലാലേട്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സ്നേഹപ്രകടനം കാണിക്കുന്നുണ്ട്. പക്ഷേ ലാലേട്ടൻ ഭയങ്കര ദേഷ്യഭാവത്തിൽ ഞാൻ ഇന്ന് 2-3 കാര്യം തീരുമാനം എടുക്കാനാണ് വന്നിരിക്കുന്നത്, സീരിയസ് ആണ്. അപ്പോൾ എല്ലാവരും ഷോക്കായി. ഞാനിന്ന് സീരിയസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ വിചാരം എന്താണ്? നിങ്ങൾക്ക് വീടുണ്ടോ അവിടെ? നിങ്ങളൊക്കെ ഒരു വീട്ടിൽ നിന്നല്ലേ വരുന്നത്? ഈ സെറ്റ് എന്തുമാത്രം കഷ്ടപ്പെട്ട് എത്ര പേരുടെ അധ്വാനത്തിലാണ് ഈ സെറ്റ് ഒരു വീടാക്കി വന്നിരിക്കുന്നത്. ആ വീട്ടിൽ നിങ്ങൾ കത്തിക്കാൻ നോക്കുവാണോ? നമ്മുടെ ഗ്യാസ് തുറന്നിട്ട സംഭവം ഉണ്ടല്ലോ, അതാണ്. അങ്ങനെ ശ്രീരേഖ യമുനയെ വിളിപ്പിച്ച് നിർത്തുന്നുണ്ട്. എന്താണ് സംഭവം? അപ്പോൾ യമുന പറഞ്ഞില്ല, അത് ലാലേട്ട ഞാനിങ്ങനെ ശ്രീരേഖ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗ്യാസ് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. ശ്രീരേഖയുടെ എക്സ്പ്ലെയിൻ കേൾക്കുന്നുണ്ട്. ജിൻഡോ വിളിക്കുന്നുണ്ട്. ജിൻഡോ, ലാലേട്ട ഞാനിങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു. നിങ്ങളത് നോക്കിയോ? നിങ്ങൾ പറയുന്നുണ്ടല്ലോ എല്ലാ ദിവസവും നിങ്ങൾ അടുക്കളയൊക്കെ നോക്കി ഗ്യാസൊക്കെ കത്തുന്ന നോക്കി ഓഫ് ചെയ്തൊക്കെയിട്ടാണ് കിടക്കുന്നതെന്ന്. എന്താണ് നിങ്ങൾ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ റസ്മിനെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, അർജുനെ വിളിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ റസ്മിനും അർജുനും അന്നത്തെ കാര്യം വിടാതെ ഇന്നലെ എന്തോ സംഭവിച്ച കാര്യം പറയും. അപ്പോൾ ലാലേട്ടൻ ദേഷ്യം വന്നു. ഇരിക്കി നിങ്ങൾ ഒരു കാര്യം ചോദിക്കും, നിങ്ങൾ വേറൊരു കാര്യം പറഞ്ഞു. നിങ്ങൾ ഈ വീട്ടിനകത്തല്ലേ? നിങ്ങൾക്ക് ലാലേട്ടൻ ഭയങ്കര ഷൗട്ട് ചെയ്യുന്നു കേട്ടോ. അതിനുശേഷം ജാസ്മിനെ വിളിക്കും. ജാസ്മിൻ എന്താണ്? അയ്യോ ഞാനല്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ ഗബ്രിയോട് ചോദിക്കുന്നു. ഗബ്രി പറഞ്ഞു അവിടെ ആരോ ഓഫ് ചെയ്തിട്ടാണെന്നുള്ള രീതിയിൽ സംസാരിച്ചു. അങ്ങനെ എന്താണെന്നറിയാമോ, സ്ക്രീനിൽ അങ്ങോട്ട് കാണിക്കുന്ന TV-യിൽ എല്ലാവരും കാണുവാണ്. എന്താണ്? ശ്രീരേഖ ഗ്യാസ് കത്തിക്കാൻ നോക്കുന്നുണ്ട്. നമ്മുടെ യമുന ഈറനണിഞ്ഞ എന്താ പറയണ്ട തോർത്തൊക്കെ തലയിൽ ചുറ്റി സെറ്റ് മുണ്ടൊക്കെ കൊടുത്ത് വരുന്നു. ചേച്ചി ഗ്യാസ് കത്തുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ ആ ഇൻസിഡൻ്റ് ഉണ്ടല്ലോ, അതവിടെ TV-യിൽ കാണിക്കുന്നത്. അതിനുശേഷം 10 hours നേരത്തെ ഇത് പറഞ്ഞിട്ട് 10 മണിക്കൂറിന് മുമ്പേ എന്നുള്ള സംഭവം കാണിച്ചിട്ട് ശേഷം മുട്ട വരിക്കുന്നു. ആരാണ്? നമ്മുടെ ജാസ്മിൻ ഒന്ന് മുട്ട വരിക്കുന്നു. മുട്ട എടുത്തുകൊണ്ട് പോകുന്ന ആ സമയം അവിടെ യമുനയുണ്ട്, ജിൻഡോയുണ്ട്. പോരെ? എല്ലാത്തിനും കണക്കിന് കൊടുത്തു കേട്ടോ. ജാസ്മിനാണെങ്കിൽ അയ്യോ എനിക്ക് ഓർമ്മയില്ല, ഓർക്കുന്നില്ല എന്നുള്ള രീതിയിൽ. അപ്പോൾ ജാസ്മിൻ നല്ല കിട്ടി. എന്തായാലും ദേഷ്യം വരത്തില്ലേ? കാരണം നിങ്ങൾ കത്തിക്കാനാണോ നോക്കുന്നത് വീട്? ഇതെന്താ സംഭവിച്ചത്? ജാസ്മിൻ എന്താ പറയുന്നത്? ഗ്യാസ് എവിടെ നിന്നാണ് വരുന്നത്? നിങ്ങൾക്കൊരു സ്ഥലകാല ബോധമില്ലേ? ഞാനെന്ന് പറഞ്ഞില്ലേ ജാസ്മിന് ഗ്യാസ് കത്തിയാ ഉണ്ടോ? പിന്നെ എന്താണ് എന്നൊരു ആറ്റിറ്റ്യൂഡ്. ലാലേട്ടൻ കണക്കിന് കൊടുത്തിട്ട് സ്റ്റോർ റൂമിൽ ഒരു ഗിഫ്റ്റ് കൊണ്ട് കൊടുത്തത് ഫയർ എക്സ്റ്റിങ്വിഷറാണ് നമ്മുടെ ജാസ്മിന് കിട്ടിയത്. എന്നിട്ട് ലാലേട്ടൻ പറഞ്ഞു ഇരിക്കട്ടെ, ഇതുപോലെ കത്തുവാണെങ്കിൽ അണയ്ക്കാം, വെച്ചിരുന്നോ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ 500 രൂപ ആദ്യം ലാലേട്ടൻ പണിഷ്മെൻറ്റ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ജാൻമണി വിളിച്ചേൽപ്പിച്ചു. ജാൻമണി എത്രയാണ് നിങ്ങളുടെ ഫുഡിന് കട്ടേണ്ടത്, എത്ര രൂപയാണ്? അപ്പം ജാൻമണി 500 ഇന്ന് 2 പ്രാവശ്യം 500 പറഞ്ഞത് കാരണം 1000 രൂപ എല്ലാത്തിൻ്റെയും കിളി പോയി അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ജാസ്മിൻ പറഞ്ഞു ലാലേട്ട പ്ലീസ്, സോറി ലാലേട്ട, കഴിഞ്ഞ ആഴ്ച തന്നെ ഫുഡൊക്കെ ഇവിടെ ഭയങ്കര ഇതായിരുന്നു, ഉപ്പ് പോലും ഇല്ല ലാലേട്ട, ഞങ്ങൾ ഉപ്പില്ലാതെ കഴിക്കുന്ന ഉപ്പോ ഉപ്പോടെ ബോർഡിൽ കാണിക്കുമല്ലോ, അത് നിങ്ങൾ എഴുതണമായിരുന്നു, നിങ്ങൾ വാങ്ങണം, നിങ്ങൾ ഉപ്പ് വാങ്ങണം എന്നൊക്കെ പറഞ്ഞു. ലാലേട്ടൻ പറഞ്ഞു എന്ത് ഷോയാണ് ഇവിടെ, ഞങ്ങൾക്ക് നാണം കെട്ട് പുറത്തിറങ്ങാൻ വയ്യ. ഏഷ്യനെറ്റിൻ്റെ മെയിൽ എൻ്റെ മോൻ ഷൈന ഞങ്ങൾക്ക് പേഴ്സണലൊക്കെ ഈ ഷോയെക്കുറിച്ച് ഇത്രയും അലമ്പപ്പെട്ട ഷോ ഇതുപോലത്തെ എത്ര സീസൺ നടത്തി, ഇത് 6ാമത്തെ സീസണാണ്. ഈ 6ാമത്തെ സീസൺ വൺ ഓഫ് ദി ബെസ്റ്റ് വേസ്റ്റ് സീസൺ എന്ന് പിന്നെ ലാലേട്ടൻ പറയുണ്ടായി. എല്ലാത്തിനും ഭയങ്കര ഷോക്കായിപ്പോയി കേട്ടോ. എന്ത് ഭാഷയാണ് നിങ്ങൾ സംസാരിക്കുന്നത്? അപ്പനെ വിളിക്കുന്നു, അമ്മയെ വിളിക്കുന്നു, വീട്ടിലിരിക്കുന്നവരുടെ അടുത്ത് വിളിക്കുന്നു. എന്താണ് ഒരു സത്യമായ ഭാഷയില്ലാതെ? നിങ്ങൾക്ക് ഒരു അല്പം ഉളുപ്പുണ്ടെന്ന രീതിയിലാണ് ലാലേട്ടൻ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. സോഷ്യൽ മീഡിയയിൽ നിങ്ങളെക്കുറിച്ച് പറയാനില്ല ഈ സീസണെ കുറിച്ച്. വേസ്റ്റ് കണ്ടസ്റ്റൻറ്റ് എന്താണ്? എനിക്ക് നല്ല പേര് കേട്ടോ, സന്തോഷം, കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് ലാലേട്ടൻ നിറയെ പിന്നെ സോഷ്യൽ മീഡിയ ഒരു കമൻറ്റ് വായിപ്പിക്കുന്നുണ്ട്, ബാക്ക് ടു മൈ ലൈഫ് എന്ന് പറഞ്ഞിട്ട്. അതിനകത്ത് അവർ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ ഇതെന്ത് ഷോയാണ്, ഇത്രയും മോശം ഷോ, പിള്ളേരെ കാണിക്കാൻ പറ്റാത്തൊരു ഷോയാണ്, മൊത്തം വാ തുറന്നാൽ അസഭ്യം. ജിൻഡോ, ഗബ്രി, ജാസ്മിൻ അവരെന്തൊക്കെയാണ് ബ്ലണ്ടർ സംസാരിക്കുന്നത്. അപ്പോഴെല്ലാത്തിനും ഒക്കെ ഷോക്കാണ് കേട്ടോ, എല്ലാം ഷോക്കായിട്ടിരിക്കുകയാണ്. എന്താണ് കഴിഞ്ഞ സീസൺ 4ാമത്തെ സീസണിനകത്ത് റോബിൻ അതുപോലെ തന്നെ റിയാസ്, ബ്ലസ്ലി ഇവരൊക്കെ ഒരു പ്രൊവോക്കിംഗ് ഇത് നടത്തിയാൽ അതിനൊരു സ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്നു. പിന്നെ കഴിഞ്ഞ സീസൺ അഖിൽമാരാർ എത്ര നല്ല ഷോ ആയിരുന്നു. ഇത് വളരെ മോശപ്പെട്ട ഒരു സീസണും മോശം കണ്ടസ്റ്റൻ്റാണെന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയുടെ കമൻറ്റ് വായിച്ച് കേൾപ്പിച്ചു. തീർന്നല്ലോ. അപ്പോൾ എല്ലാത്തിനും ഇന്ന് കണക്കിലും കിട്ടിയിട്ടുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് ജാസ്മിൻ, ഗബ്രി, ജിൻഡോയൊക്കെ ഭയങ്കര അങ്ങോട്ട് ഉരുവാണ്. ജിൻഡോയ്ക്ക് അങ്ങ് എന്താ പറയേണ്ടെന്ന അവസ്ഥയായിപ്പോയി കേട്ടോ. അങ്ങനെ ഓരോരുത്തരെ വിളിക്കുന്നുണ്ട്. അതിനുമ്പോൾ ക്യാപ്റ്റനെ വിളിച്ചു, ജാൻമണി
നിങ്ങൾ ഈ വീടിനകത്ത് മോശം സംസാരിക്കുന്നില്ല. ഞാൻ പിന്നെ എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നു. ജിൻഡോയെ വിളിക്കുന്നുണ്ട്. ജിൻഡോ പറഞ്ഞു, സാർ ഞാൻ വന്ന ആദ്യത്തെ ആഴ്ചയാണ് മോശം രീതിയിൽ സംസാരിച്ചത്, എനിക്ക് അത്രയും എന്നെ പ്രൊവോക്കിങ് ചെയ്ത്. അതാണ് അത് ഈ ഗെയിമിൻ്റെ പ്രത്യേകതയാണ്. നിങ്ങൾക്കറിയില്ലേ ഈ ഗെയിം ഇങ്ങനെയാണെന്നുള്ളത്? നിങ്ങൾക്ക് കളിക്കാൻ പറ്റുമെങ്കിൽ കളിക്കണം, ഇല്ലെങ്കിൽ നിർത്തി പോകണം. നിങ്ങൾ നിർത്തി അവിടെ ഈ വേണ്ടെന്ന് പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്യണം. എന്താണ് എന്ന രീതിയിൽ ജിൻഡോയോട് സംസാരിക്കുന്നുണ്ട്. ഗബ്രിയോട് തെറ്റാണ് സാർ. നീ തെറ്റ് പറഞ്ഞാൽ വലിയ മാന്യൊന്നും ആവണ്ട. ജാസ്മിനോട് ചോദിക്കും. ജാസ്മിൻ പറഞ്ഞു, ഞാൻ ഒരു വട്ടമാണ് സാർ ഞാൻ അങ്ങനത്തെ ഒരു വേർഡ് ഞാൻ പറഞ്ഞു പോയത്, അത് എൻ്റെ ഇമോഷണൽ അങ്ങ് പൊട്ടിയിട്ടാണ് ഞാൻ അത്രയും പറഞ്ഞു പോയത് സാർ, സോറി സാർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നിങ്ങൾക്കൊരു തീരുമാനം ഞാൻ പറയുന്നുണ്ട്. സ്റ്റോർ റൂമിൽ പോയി ഒരു സാധനം എടുപ്പിട്ട് എടുത്തിട്ട് വരാൻ പറഞ്ഞു. സ്റ്റോർ റൂമിൽ നിന്ന് ഋഷി എടുത്തിട്ട് വന്നിരിക്കുന്നതോ അഡൾട്ട്സ് ഉള്ളി 80+. അപ്പോൾ ഈ ഹൗസിനകത്ത് ആരാണ് കൂടുതൽ സഭ്യമല്ലാത്ത രീതിയിൽ അസഭ്യ വാക്കുകൾ പറഞ്ഞിരിക്കുന്നത് അവരുടെ കഴുത്തിൽ മാലയായിട്ട് ഇട്ട് കൊടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഓരോരുത്തരും പറഞ്ഞ് ഋഷിയാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. ഗബ്രിയുടെ പേരാണ് ഋഷി പറഞ്ഞിരിക്കുന്നത്. ഗബ്രിക്ക് 3 പേര് വോട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഋഷി, അതുപോലെ തന്നെ ജിൻഡോ, നോറ, ഇവർ 3 പേരും ഗബ്രിയുടെ വാക്കാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ശ്രീരേഖ വന്ന് ജാൻമണിയുടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. യമുന ജാസ്മിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എന്തായാലും ജാൻമണിയും ജാസ്മിനെ തന്നെ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും കൂടുതൽ മാല കിട്ടിയിരിക്കുന്നത് നമ്മുടെ ജിൻഡോയ്ക്കാണ്. ഓരോരുത്തരും ഓരോരോ കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് യമുന ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഈ വീടിനകത്ത് ഞാൻ വന്ന സമയത്ത് എനിക്ക് കുറച്ച് ബോഡി ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ജിൻഡോ എൻ്റെ എക്സസൈസ് പോലെ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അത് പിന്നീട് വേറെ ടോക്കിലേക്ക് പോകുന്നത് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ അത് നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അത്രയും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയതാണ് ജാസ്മിൻ ഗബ്രി എന്ന രീതിയിൽ ജാസ്മിനെയാണ് സെലക്ഷൻ ചെയ്തത്. പിന്നെ ശ്രീരേഖ വന്നിട്ട് ജാൻമണി പറഞ്ഞ റീസൺ എന്ന് വെച്ചാൽ ഇവിടെ ജാൻമണി അസഭ്യ വാക്ക് പറയുക മാത്രമല്ല ആക്ഷൻ കൂടെ കാണിക്കുന്ന രീതിയിൽ. അങ്ങനെ എന്തായാലും ജിൻഡോയെയും ഗബ്രിയെയും ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താക്കുന്നുവെന്ന് ലാലേട്ടൻ പറയുകയാണ്. അതായത് നിങ്ങൾ ഇവിടെ ഈ സഭ്യമല്ലാത്ത രീതിയിൽ പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്കിനി ഈ വീടിനകത്ത് നിൽക്കാനുള്ള ഒരു യോഗ്യതയുമില്ല, നിങ്ങൾക്ക് 2 പേർക്കും എൻ്റെ അടുത്ത് വരാമെന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ ബ്രേക്ക് എടുത്തായിരുന്നു. അങ്ങനെ ബിഗ് ബോസ് അനൗൺസ്മെൻറ്റ് ചെയ്തു, ഗബ്രി, ജിൻഡോ പിൻവാതിലൂടെ നിങ്ങൾക്ക് പുറത്തേക്ക് വരാമെന്ന രീതിയിൽ അനൗൺസ് ചെയ്തിരിക്കുന്നു. അങ്ങനെ എല്ലാവർക്കും ഷോക്കായിപ്പോയി കേട്ടോ. അയ്യോ, ഋഷിക്കാണെങ്കിൽ ഋഷിയാണ് ആദ്യം സജസ്റ്റ് ചെയ്തത്. ആരും വിചാരിച്ചില്ല ഇങ്ങനെ ഒന്ന് മാറ്റി പിടിച്ചാൽ എന്ന രീതിയിൽ ലാലേട്ടൻ പറഞ്ഞത് ഇങ്ങനെ ഒരു ആവുമെന്ന് ആരും വിചാരിച്ചിട്ടില്ല. അങ്ങനെ എല്ലാവർക്കും വിഷമമായി. എല്ലാവർക്കും മീൻസ് റസ്മിനൊക്കെ ഗബ്രിയെ പോയി കെട്ടിപ്പിടിക്കുകയായിരുന്നു. പക്ഷേ ജാസ്മിൻ ആദ്യത്തെ റെസ്പിറേഷൻ അത്ര ഇതില്ലായിരുന്നു കേട്ടോ. പിന്നീട് ആണെങ്കിൽ നമ്മൾ ജിൻഡോയും ഗബ്രിയും പുറത്തുപോയ സമയത്ത് ഗബ്രിയെ പറയേ ഇങ്ങനെ ജാസ്മിൻ പോയി കെട്ടിപ്പിടിക്കുകയായിരുന്നു. എന്തായാലും അവരെ കണ്ണൊക്കെ മൂടിക്കെട്ടി അങ്ങനെ കൊണ്ടുപോകുന്ന രംഗമാണ് കാണിക്കുന്നത്. പിന്നെ ബ്രേക്കിന് ശേഷം ലാലേട്ടൻ വന്നിട്ട് പറയുന്നത് നമ്മുടെ വാക്കുകൾക്ക് നമ്മുടെ ജീവിതത്തിൽ വളരെയേറെ പ്രാധാന്യമുണ്ട്. അനാദരവില്ലാതെ നമ്മൾ സംസാരിക്കുന്ന വാക്കുകൾ അതിൻ്റെ ഫലമാണ് അവരവിടെ അനുഭവിക്കുന്ന. ജിൻഡോയും ഗബ്രിയും അവർ കുറച്ച് സമയം അവിടെ നിൽക്കട്ടെ, ആകാംക്ഷയുടെ മുൻമുന്നയിൽ അവർ നിൽക്കട്ടെ, ഏതാവും നിർത്തിട്ട് അവിടെ കുറച്ച് സമയം ഇരിക്കട്ടെ, നമുക്ക് ബിഗ് ബോസ് ഹൗസിനകത്തേക്ക് പോകുന്ന പണ്ട് രസകരമായ ഒരു ടാസ്ക് പോലെ കൊടുക്കുന്നുണ്ട്. ഒരു ലോട്ടുണ്ട്. അപ്പോൾ ലോട്ടിനകത്ത് വന്നിട്ട് ഓരോരുത്തർ എടുക്കുമ്പോൾ പാട്ട് കൊണ്ട് ഡയലോഗ് ഉണ്ട്. അപ്പോൾ പാട്ട് കിട്ടുന്നവരാണെങ്കിൽ മറ്റൊരു കണ്ടസ്റ്റൻ്റ് പറയും. ഇപ്പോൾ പാട്ടാണെങ്കിൽ പറയണം അത് പേടിയോടെ പറയാനായിട്ട്, ഭയത്തോടെ പറയാൻ പറയും, അല്ലെങ്കിൽ പരിഹാസത്തോടെ പറയും, അങ്ങനെയൊക്കെയാണ്. അങ്ങനെ നമ്മുടെ അപ്സരയാണ് വന്നെടുത്തിരിക്കുന്നത്. അപ്സര നമ്മുടെ സവാരിഗിരി രാവണ പ്രഭുവിൻ്റെ ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അപ്സര എടുത്ത് പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കരഞ്ഞുകൊണ്ട് അപ്സര അവതരിപ്പിച്ചു. അപ്പോൾ എനിക്ക് ആ കരഞ്ഞത് ഒരു അല്പം മീറ്റർ കൂടിപ്പോയോ എന്നൊരു സംശയം. എന്നാലും ഓക്കെ, എന്താ പറയേണ്ടത്, നല്ല ചെയ്തിട്ടുണ്ട്. പക്ഷേ ലാലേട്ടൻ്റെ മനസ്സിൽ അപ്പുക്കുട്ട ഓവറാക്കി ചളവാക്കണ്ടെന്ന രീതിയിൽ. പക്ഷെ അപ്സര സീരിയൽ ആർട്ടിസ്റ്റ് കൂടിയിട്ടുണ്ടല്ലോ, അപ്പോൾ ആ കരഞ്ഞൊരു എക്സ്പ്രഷനൊക്കെ ഇട്ടു നന്നായിട്ടുണ്ടായിരുന്നു. അടുത്ത ഋഷിയാണ് വന്നിരിക്കുന്നത്. ഋഷിക്ക് കിട്ടിയത് പാട്ടാണ് മാലിനിയുടെ തീരങ്ങൾ തഴുകി വരും പനി നീർക്കാറ്റേ, ആ പാട്ടുണ്ടല്ലോ അതാണ്. അപ്പോൾ അത് അപ്സര പറഞ്ഞു ഭീഷണി രൂപത്തിൽ പറയാനായിട്ട്. അപ്പോഴത്തേക്ക് പിന്നെ ഋഷി പറയാണ് മാലിനിയുടെ തീരങ്ങൾ നിങ്ങൾ പറയുമ്പോഴത്തേക്ക് ലാലേട്ടൻ പറയുന്നത് കാറ്റ് എക്കോയിൽ പറയൂ, പനി നീർ കാറ്റ് എന്നുള്ള എക്കോയിൽ പറയാനായിട്ട്. അങ്ങനെ എന്തായാലും നീ എന്താ കൊള്ളക്കാരമായ ഡ്രസ്സ് പോലെ ഇട്ടിരിക്കുന്നത്, ഭീഷണിയോടെ പറയൂ എന്നൊക്കെ രീതിയിൽ പറഞ്ഞതിന് ശേഷം ലാലേട്ടൻ ചോദിച്ചു ഇത്ര മാർക്ക് കൊടുക്കാൻ ഇവന് 10. അപ്പോൾ ഋഷിയനപ്പം 2.5 നടക്കും എന്നുള്ള രീതിയിൽ. അങ്ങനെ അടുത്ത അൻസിബ വന്നു കേട്ടോ. അൻസിബ ആണെങ്കിൽ അപ്പുക്കുട്ട തൊപ്പിക്കാരായി എപ്പോൾ കല്യാണം, ആ പാട്ടായിരുന്നു. പക്ഷേ അത് യമുന പറഞ്ഞു ഫാനകത്തോട് പറയും. അങ്ങനെയാണല്ലോ എൻ്റെ ഈ ഒരു ടാസ്ക് എന്ന് പറയുന്നത്. ലോട്ടിൽ നിന്ന് പാട്ടോ അല്ലെങ്കിൽ എന്താ പറയുക ഡയലോഗ് എടുക്കുവാണെങ്കിൽ മറ്റുള്ള ആരെങ്കിലും ഒരാൾ ആ രീതി മാറ്റി പറയുക, കരഞ്ഞുകൊണ്ടോ ചിരിച്ചുകൊണ്ടോ പൊട്ടിച്ചിരിച്ചുകൊണ്ടോ ദേഷ്യത്തിലൊക്കെ പറയുക എന്നുള്ള ഒരു സെഗ്മെൻ്റ് ആണല്ലോ. അങ്ങനെ അനുസരിച്ച് കിട്ടിയിരിക്കുന്ന പാട്ടെന്ന് പറയുന്നത് അപ്പുക്കുട്ട തൊപ്പിക്കാരാണ്. അപ്പോൾ യമുന പറഞ്ഞു ഭയത്തോടെ. അപ്പോഴനുസരിപ്പ അപ്പുക്കുട്ട തൊപ്പിക്കാര എപ്പ
കല്യാണം എന്ന രീതിയിലുള്ള നന്നായിട്ട് അഭിനയിച്ചിട്ട് അൻസിബ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾ എന്നാരും ട്രോളാൻ വരല്ലേ. അപ്പോൾ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ അൻസിബയുടേത്. അതിനുശേഷം കുറേ പേര് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. അർജുൻ വന്നു. അപ്പോൾ അർജുനാണെങ്കിൽ ശ്രീതു പറഞ്ഞു പരിഹാസത്തോടെ പറയാൻ, എന്തേ മനസ്സിലൊരു നാണം. ആ പാട്ടാണ്, നല്ലൊരു പാട്ട് തന്നെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു, ലാലേട്ടൻ കൂടെ പാടുന്നുണ്ട് ആ പാട്ട് കേട്ടോ, എന്തേ മനസ്സിലൊരു നാണം. അതിനുശേഷം ലാലേട്ടൻ പറഞ്ഞു നിർത്തും. അപ്പോൾ അർജുൻ ഇങ്ങനെ തുടർന്നാണ്, കണ്ടോ അവന് മൂടായി നിർത്തണമെന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു ചിരിയായിരുന്നു. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു എന്നാൽ ഞാൻ കുറച്ച് ചിരിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് ബ്രേക്ക് എടുത്തു. ആ സമയം നമ്മുടെ റസ്മിനും കൂടെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ജാസ്മിൻ പറയുന്നു, അയ്യോ ഞാൻ വിചാരിച്ചില്ല കേട്ടോ ഔട്ടായി പോകുന്നു, അപ്പം ഞാനാണ് ഗ്യാസ് തുറന്നു വിട്ടത്. അതിനുശേഷം ലാലേട്ടൻ വന്നിട്ട് പറഞ്ഞു അവർ തെറ്റുകൾ തിരുത്തി അവർ നന്നാവാൻ നോക്കാം, അവരവിടെ കണ്ണുകെട്ടി നിർത്തിയിരിക്കാൻ, നമുക്ക് നേരെ അങ്ങോട്ട് പോകാമെന്നും പറഞ്ഞിട്ട് നേരെ ആക്ടിവിറ്റി ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, ജിൻഡോ ഗബ്രി കണ്ണഴിക്കുമെന്നൊക്കെ പറഞ്ഞ് കണ്ണഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് നിങ്ങൾ ഈ തെറ്റൊക്കെ തിരുത്തി നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ ഇന്ന് പറയാനുള്ളത്, പ്രേക്ഷകരോട് നിങ്ങൾ എന്താണ് പറയുന്നത്, നിങ്ങൾക്ക് ഈ ഷോയിൽ പങ്കെടുക്കണമെങ്കിൽ തിരിച്ചു കയറണമെങ്കിൽ നിങ്ങൾ എന്താണ് പ്രേക്ഷകരോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന രീതിയിൽ. അപ്പോൾ ജിൻഡോ പറഞ്ഞു, ലാലേട്ടൻ ഞാൻ ഒരാഴ്ചയാണ് ബിഗ് ബോസ് ഹൗസിനകത്ത് ഇങ്ങനെ അസഭ്യം പറഞ്ഞിട്ടുള്ളത്, ഞാൻ അങ്ങനെയൊന്നും പറയാം എന്നെ പ്രൊവോക്ക് ചെയ്തതാണെന്ന്. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു, നിങ്ങൾക്ക് ഈ ഷോയെക്കുറിച്ച് അറിയത്തില്ലേ, ഈ ഷോയുടെ എന്താണ് ഈ ഗെയിം എന്താണെന്ന് അറിയത്തില്ല, ഗെയിം അങ്ങനെയാണ് കളിക്കേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചെൻ്റെ അടുത്തേക്ക് വരാം എന്ന രീതിയിൽ സംസാരിക്കും. ലാലേട്ടൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, അവരാണ് എന്നെ പ്രൊവോക്കിങ് ചെയ്യുന്നതൊക്കെ രീതിയിൽ. അതിനുശേഷം ഗബ്രിയോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗബ്രിയും പറയുന്നുണ്ട്, ഞാനൊരു ഫ്രസ്ട്രേഷൻ നിന്ന സമയത്താണ് ഇങ്ങനെ സംഭവിച്ചു പോയത്. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു, നിങ്ങൾ ഫ്രസ്ട്രേഷൻ ആണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കണം, നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ വ്യക്തിയും ഫ്രസ്ട്രേഷനിലാണ്. അപ്പോൾ രണ്ടുപേരും ദേശത്ത് നിൽക്കുന്ന സമയത്ത് ഗീവ് റെസ്പെക്റ്റ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ് എന്നാണ്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെ രണ്ടുപേരും കെട്ടിപ്പിടിക്കുന്നുണ്ട്, ആര് ജിൻഡോയും ഗബ്രി. ഇപ്പം കുഴപ്പമില്ലല്ലോ, അല്ലെങ്കിൽ നിങ്ങൾ തൊട്ട് തന്നെ ഫിസിക്കൽ അസാൾട്ട്, പേഴ്സണൽ സ്പേസ്, ഇപ്പം കുഴപ്പമില്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ ബിഗ് ബോസിനോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞു. ബിഗ് ബോസ് എന്താണ് ഇവരുടെ കാര്യം എന്ന് പറഞ്ഞു. അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു, ശ്രീ മോഹൻലാൽ ഞാൻ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇവരോട് പറഞ്ഞു മടുത്തു, അപ്പം ലാലിന് തന്നെ തീരുമാനിക്കാം, ശ്രീ മോഹൻലാൽ തന്നെ തീരുമാനിക്കുക എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഏട്ടൻ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് അകത്ത് പോയി ഹൗസിലുള്ള ആൾക്കാരോടും കൂടി ചോദിക്കാൻ. അങ്ങനെ എല്ലാവരോടും കൂടി ചോദിക്കുന്നുണ്ട്. അപ്പോഴും കുറേ പേര് പറഞ്ഞു വരണമെന്ന് തന്നെ ഓൾമോസ്റ്റ് എല്ലാവരും പറഞ്ഞിരിക്കുന്നത്. ജസ്മിൻ മാത്രം ജിൻഡോ അല്ല ഗബ്രി വട്ടെ. അതെന്താണ് ജിൻഡോ നിങ്ങൾ ഈ വീടിനകത്തൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് റസ്മിനോട്. പിന്നെ അർജുൻ പറഞ്ഞിട്ടുണ്ട്, റൂൾസിന് എഗൻസ്റ്റ് ആണെങ്കിൽ അവർ പുറത്തു പോകട്ടെ, അതല്ല അവർ ചെയ്തത് തെറ്റാണെന്നൊരു ഗിൽറ്റി തോന്നുവാണെങ്കിൽ അവരകത്ത് വരട്ടെ എന്ന രീതിയിൽ സംസാരിച്ചു. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, അടുത്ത ആഴ്ചയിൽ ചിലപ്പോൾ 4-5 പേരൊക്കെ വരും, നിങ്ങളെക്കാട്ട് ശക്തരായിട്ടുള്ള ആൾക്കാർ, നിങ്ങളെക്കാട്ട് കരുത്തരായിട്ടുള്ള ആൾക്കാർ. അപ്പോൾ ഗെയിമിൻ്റെ കളി അങ്ങോട്ട് മാറും. ഇപ്പം ഇങ്ങനെയല്ല പോകുന്നത്, എന്താണ് നിങ്ങൾ കാണിക്കുന്നത്, ആർക്കെങ്കിലും അവർ തിരിച്ച് ഇവിടത്ത് വരുന്നതിൽ എതിർപ്പുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്ക് നോറ കൈവക്കി കേട്ടോ. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു, നോറയ്ക്ക് ഒരു വ്യക്തമായ അഭിപ്രായമുണ്ട് ഇവിടത്ത് പറയാൻ, മറ്റുള്ളവരെല്ലാവരും കൂടി ഒരേപോലെ ഇരുന്നിട്ട് എല്ലാം ഒരേ അഭിപ്രായത്തിൽ പറയുകയാണ്. ഓക്കെ, അതുകൊണ്ട് ഒരു കാര്യം ചെയ്യട്ടെ, ഞാൻ നമ്മുടെ ഡിസ്കഷൻ, അതായത് ബിഗ് ബോസിനോടും ഈ ഗ്രൂപ്പിനോടും അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു അഡ്മിൻ പാനലുണ്ട് അവരോടൊക്കെ ഞാൻ സംസാരിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. അങ്ങനെ തിരിച്ച് വീണ്ടും ഗബ്രിയും ജിൻഡോനും പറയുന്നുണ്ട്, നിങ്ങൾ നന്നായിട്ട് കളിക്കണം, വേറെ ഒരു സഭ്യമല്ലാത്ത രീതിയിൽ നിങ്ങളോട് സംസാരിക്കാൻ പാടില്ല എന്നൊക്കെ രീതിയിൽ ഇല്ല, ഞങ്ങൾ ആവർത്തിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ജിൻഡോയും ഗബ്രിക്കും വീടിനകത്തേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ജിൻഡോയും ഗബ്രിയും വീടിനകത്ത് വരുന്ന രംഗമാണ് കാണുന്നത് കേട്ടോ. എൻ്റെ പൊന്ന്, ആ സമയത്ത് നമ്മുടെ നോറ, ദൈവമേ ഭൂമി പുലർന്നെങ്കിൽ താഴെ പോയെങ്കിൽ എന്നൊരവസ്ഥയായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും വന്നിട്ട് നമ്മുടെ ജാസ്മിനൊക്കെ വന്ന് ഗബ്രിയെ കെട്ടിപ്പിടിച്ച് ആക്കുന്നു. അപ്പോഴും ഇറങ്ങി വരുന്ന സമയത്ത് തന്നെ ജിൻഡോയും ഗബ്രിയും പറയുന്നത്, ജിൻഡോ വന്നിട്ട് കണ്ടോ മനസ്സിലായി, ഇനി നമുക്ക് ഒറ്റക്കെട്ടാതെ നിന്ന് ഗെയിം കളിക്കണം എന്നുള്ള രീതിയിൽ പുറത്ത് വരുന്നുണ്ട്. നമുക്ക് നോക്കാം ഇനി ഇവരെങ്ങനെ ഒറ്റക്കെട്ടാവോ 2 കെട്ടാവോ എന്നൊന്നും അറിയത്തില്ല. 5-6 പേര് നാളെ കയറുന്നുണ്ട്. അപ്പോൾ എന്തായാലും ആ രംഗം അവിടെ കഴിഞ്ഞു. ജിൻഡോയും ഗബ്രിയും വീടിനകത്ത് കയറിയതിന് ശേഷം പിന്നെ എവിക്ഷനാണ് കാണിക്കുന്നത്. എവിക്ഷനിൽ വന്നിരിക്കുന്നവരെ ഏൽപ്പിച്ച് നിർത്തുന്നുണ്ട്. അങ്ങനെ ശ്രീധുവിനെ ചോദിക്കുന്നുണ്ട്, ശ്രീധു എന്താണ് സാർ, ഞാനിവിടെ ജെന്യൂനാണ് സാർ, ഞാൻ അങ്ങനെ എന്താ പറയണ്ട. അപ്പോൾ എന്താണ് നിങ്ങൾ എപ്പോഴും ജെന്യൂൻ എന്ന് പറയുന്നു, എന്താണ് വാട്ട് യു മീൻ ബൈ ജെന്യൂൻ എന്ന രീതിയിൽ സംസാരിക്കുന്നത്. അപ്പോൾ ശ്രീധു പറയുന്നുണ്ട്, ഞാനിങ്ങനെ ആരെ കാര്യത്തിലും അങ്ങനെ വലുതായിട്ട് നിന്നിടാൻ പോകുന്നില്ല, ഞാൻ നല്ല സ്ട്രോങ് ആയിട്ട് ഇവിടെ കളിക്കുന്നുണ്ടെന്നൊക്കെ രീതിയിൽ. അപ്പോൾ എന്നാൽ യു ആർ സേഫ് എന്ന് പറയും. അങ്ങനെ ശ്രീധു സേഫ് ആയിട്ടുണ്ട്. ബാക്കിയുള്ളവർക്ക് ഒരു ടാസ്ക് വെച്ചിട്ടുണ്ട്, ആക്ടിവിറ്റി ആയിരിക്കത്ത് ഒരു ഡൈസ് ഉണ്ട്. ആ ഡൈസ് ഇടുന്ന സമയത്ത് ആ നമ്പർ വീഴുമല്ലോ, ആ നമ്പറിനകത്ത് ബോർഡ് വെച്ചിട്ടുണ്ട്. ആ ബോർഡിനകത്ത് ആ നമ്പർ വീഴുന്ന നമ്പറിനകത്ത് ഒരു ഫോട്ടോയും ഉണ്ട്. അപ്പോൾ നമ്പർ കീറുക, അതിനകത്ത് ഏത് ഫോട്ടോയാണുള്ളത് അവർ സേഫാണ്. അവിടെ റോസാപ്പൂ വെച്ചിട്ടുണ്ട്, സേഫായ ആൾക്കാർക്ക് ഈ റോസാപ്പൂ കൊണ്ട് കൊടുക്കുക. അങ്ങനെ ഫസ്റ്റ് വന്നിരിക്കുന്നത് ഗബ്രിയാണ്. അപ്പോൾ ഗബ്രി ഡൈസ് ഇട്ടു, 4ാമത്തെ നമ്പറാണ് വീണത്. 4ാമത്തെ നമ്പർ കീറിയ സമയത്ത് അവിടെ ഇരിക്കുന്ന ഫോട്ടോ നമ്മുടെ അപ്സരയുടെയാണ്. അങ്ങനെ അപ്സരയ്ക്ക് പൂ കൊണ്ട് കൊടുക്കുന്നു, അപ്സര സേഫ് ആവുന്നു. അപ്സര തിരിച്ച് വന്ന് ഗബ്രിയുടെയാണ് എടുക്കുന്നത്. അതൊരു കോയിൻസിഡൻസ് ആയി എനിക്ക് തോന്നി കേട്ടോ. അങ്ങനെ അപ്സര കൊണ്ട് പൂ ഗബ്രിക്ക്
കൊടുക്കുന്നുണ്ട്. ഋഷിയാണെങ്കിൽ അൻസിബയാണ് എടുക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ എന്താ പറയണ്ട യമുനയും നോറയും ഋഷിയുമാണ് ലാസ്റ്റിൽ വന്നിരിക്കുന്നത്. അവരുടെ നമ്പരൊന്നും വീണിട്ടില്ല. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു നിങ്ങളൊരു ഡേഞ്ചർ സോണിലാണെന്ന് പറയാൻ പറ്റത്തില്ല, അപ്പോൾ നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. ഗാർഡൻ ഏരിയയിൽ നിങ്ങൾ 3 പേരും പോകുക. അവിടെ നിങ്ങൾക്കായിട്ടൊരു ഗെയിം വെച്ചിരിക്കുന്നു. എന്താണെന്ന് വെച്ചാൽ 3 ടേബിൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്തൊരു 3 ബോക്സും ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ യമുന നോറ ഋഷി നിൽക്കുന്നുണ്ട്. ഈ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട്, അതായത് നിങ്ങൾ കൈ ആ ബോക്സ് പൊത്ത് കൈ ഇങ്ങനെ ഇടുന്ന സമയത്ത് കയ്യിൽ ആരാണോ റെഡ് വരുന്നത് അവർ ഔട്ടാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ 3 പേരും കൈയിട്ടു. പക്ഷെ റെഡ് കിട്ടിയിരിക്കുന്ന ആർക്കെന്ന് പറയുമ്പോൾ നമ്മുടെ യമുനയ്ക്കാണ്. യമുന ഔട്ട്. എൻ്റെ പൊന്നു എവിടെ നിന്നോ ഒരു അതൊരു കരച്ചിൽ കേട്ടു. നോക്കിയപ്പോൾ ആരെന്ന് പറയുമ്പോൾ നമ്മുടെ ജാൻമണി ഔട്ടായപ്പോൾ ഒരു കരച്ചിലുണ്ടല്ലോ. ഇപ്രാവശ്യം അങ്ങ് ഭയങ്കര വയലൻ്റ് ആയിട്ടാണ് കരച്ചിലോട് കരച്ചിൽ. എൻ്റെ പൊന്നു ഞാനോർത്ത് വല്ല മരണപ്പെടാണ്. ടിവിയുടെ സൗണ്ട് വരെ ഞാൻ കുറച്ച് വെച്ചു. സത്യത്തിൽ ഞാൻ ടിവിയുടെ സൗണ്ട് വരെ കുറച്ചു. കാരണം കഴിയുമ്പോൾ ആരെങ്കിലും ഇവിടെ എൻ്റെ വീട്ടിൽ ആരെങ്കിലും എന്തെങ്കിലും സംഭവിച്ചൊന്നും പറഞ്ഞിട്ട് ഓടി വന്നാലെന്ന് ഓർത്തിട്ട് അത്രയ്ക്ക് കരച്ചിലായിരുന്നു. അപ്പോൾ യമുന ജാൻ മിണ്ടായിരിക്കും, എന്തിനാ കരയുന്നതൊക്കെ രീതിയിൽ. ഈ സമയം നോറ ഉണ്ടല്ലോ, നോറ എല്ലാവരും എന്താ പറയുക ഇങ്ങനെ കരച്ചിലിനോട് ഇങ്ങനെ എന്താ പറ്റിയ ഒന്നത് യമുന പോയ ഔട്ടായ ആ ഒരു വിഷമത്തിലെല്ലാം നിൽപ്പുണ്ട്. പിന്നെ ജാൻമണിയുടെ കരച്ചിലൊക്കെ നിൽക്കുന്നു. പക്ഷെ നോറയാണെങ്കിൽ എനിക്കവിടെ ഒരു സെൽഫിഷായിട്ട് എനിക്ക് തോന്നി കേട്ടോ. നോറ ഭയങ്കരമായിട്ട് ചിരിച്ചോട്ട് അങ്ങോട്ട് എന്താ പറയുക സന്തോഷത്തിൽ പോയി വാഷ്റൂമിൽ പോയിട്ട് ആ കൈ കഴുകുന്നു. ബിഗ് ബോസിനോടൊക്കെ എന്തൊക്കെ പറഞ്ഞു. ഞാൻ ആ സൗണ്ട് കുറച്ചുകൊണ്ട് എന്താണ് പറയുന്നത് എനിക്ക് കേൾക്കാൻ പറ്റില്ല കേട്ടോ. എന്തായാലും സന്തോഷമായിട്ട് താങ്ക് യു പറഞ്ഞതായിരിക്കും. അവർ ഔട്ടാവുമെന്ന് വിചാരിച്ചിട്ട് രക്ഷപ്പെടുമ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷമാണല്ലോ, അതായിരിക്കും അവിടെ ചെയ്തത്. പക്ഷേ ഇവിടെ ഒരാൾ ഔട്ടായി നിൽക്കുന്നുണ്ട്, ഇരുന്ന് കരയുന്നുണ്ട്. പക്ഷെ അതൊന്നും നോറയ്ക്ക് ബാധകമല്ല. നോറ ഓടിപ്പോയി വാഷ് ചെയ്ത് നല്ല ഹാപ്പിയായിട്ട് പിന്നെ കാണിക്കുന്നത് നോറ തിരിച്ചു വരുന്നുണ്ട്. അങ്ങനെ യമുനയ്ക്ക് സ്നേഹോപഹാരമൊക്കെ കൊടുത്തുകൊണ്ട് യമുന അവിടെ നിന്ന് യാത്ര പറഞ്ഞ് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് യാത്ര പറഞ്ഞ് നേരെ ലാലേട്ടൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. ലാലേട്ടൻ്റെ അടുത്ത് പോയിട്ട് ലാലേട്ടത്ത് പറയുന്നുണ്ട്, പോയ ഒരു ഇത്ര ദിവസത്തുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. എന്നിട്ട് യമുന പറഞ്ഞു ലാലേട്ടൻ ഞാൻ അവിടെ എല്ലാവരും എൻ്റെ മക്കളെ പോലെയാണ് കണ്ടത്, പ്രത്യേകിച്ച് ജാസ്മിനെയൊക്കെ ഞാൻ എൻ്റെ മോളെ പോലെ കണ്ട് അവരായിട്ടാണ് കൂട്ടായത്. പിന്നെ ഇപ്പോൾ അവരുമായിട്ട് പ്രശ്നമായി. പിന്നെ അതുപോലെ തന്നെ ശ്രീരേഖ അങ്ങനെയൊക്കെ പിന്നെ ഇത് കാണിക്കുന്നുണ്ട്, വീട്ടിനകം കാണിക്കുന്നുണ്ട്. അങ്ങനെ ജാൻ എന്താ കരയുന്നത്, ജാൻ കരയാൻ പാടില്ല, ഞാൻ ഫൈനൽ കാണാൻ വരുന്ന സമയത്ത് ജാൻ ഇവിടെ ഉണ്ടായിരിക്കണം, സ്ട്രോങ് ആയിട്ട് കളിക്കുക എന്നൊക്കെ രീതിയിൽ സംസാരിച്ചു. ശ്രീരേഖയോടും പറഞ്ഞു ഞാൻ ഗെയിമിൻ്റെ ഭാഗമായിട്ടായിരിക്കും, ഒന്ന് മനസ്സിൽ വെക്കരുത് എന്നൊക്കെ രീതിയിൽ സംസാരിച്ചുകൊണ്ട് ആ ഒരു എപ്പിസോഡ് അവിടെ തീരാൻ പോവുകയാണ്. അങ്ങനെ യമുനയാണ് ഈ ആഴ്ച ഔട്ടായിരിക്കുന്നത്. അപ്പം നാളെ എന്തായാലും 6 പേരാണ് അകത്ത് കയറുന്നത്. അത് ആരൊക്കെയാണ് എന്തൊക്കെയാണെന്ന് അറിയാൻ ഞാൻ ഇങ്ങനെ ആകാംക്ഷയോടെ ഇരിക്കുന്നുണ്ട്. നമ്മുടെ കുറേ യൂട്യൂബേഴ്സിനൊക്കെ ആരൊക്കെ എന്തൊക്കെയാണെന്ന് പേര് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഞാൻ എപ്പിസോഡ് റിവ്യൂ ആണ് ചെയ്യുന്നത്, എപ്പിസോഡ് ബേസ്ഡ് ആയിട്ടാണ്. അപ്പോൾ എപ്പിസോഡ് തുടങ്ങുന്ന സമയത്ത് അവിടെ ആരൊക്കെയാണ് എന്തൊക്കെയാണ് വരുന്നത് അത് മാത്രമാണ് ഞാൻ എൻ്റെ ചാനലിൽ കൂടെ പറയത്തുള്ളൂ. അപ്പം നാളെ നമുക്ക് കാണാം. അതുവരെ ഇതാണ് വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ആക്കി വെക്കുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും വേണം. ഒത്തിരി ഫ്രണ്ട്സ് എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ബിഗ് ബോസിൻ്റെ റിവ്യൂ കാണുന്നുണ്ട്. എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒത്തിരി നന്ദി. അപ്പോൾ നാളത്തെ റിവ്യൂമായിട്ട് ഞാൻ വരാം. അതുവരെ നിങ്ങളിൽ നിന്നും ഇവിടെ പറയുന്നു വിജയ് രമേശ് വ്ളോഗിലെ വിജി. കൂട്ടുകൂടണം, ഇഷ്ടം തരണം, പിന്നെന്താണ് കൂട്ടുകൂടാൻ മറക്കല്ലേ. ബൈ ബൈ.